കോഴിക്കോട് പുറമേരിയിൽ സ്കൂൾ ബസിന്റെ ടയറിൽ തട്ടി സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചു. ഒഴിവായത് വൻ ദുരന്തം. ഇന്ന് രാവിലെയാണ് വടകരയിലെ സ്വകാര്യ സ്കൂൾ വാഹനത്തിന്റെ അടിയിൽ വെച്ച് വലിയ ശബ്ദത്തിൽ സ്ഫോടനം നടന്നത്. സ്ഫോടക വസ്തു പൊട്ടുന്നത്. സ്ഫോടനത്തിന് പിന്നാലെ പുകയും നിറഞ്ഞു. നിരവധി പേർ വാഹനത്തിൽ ഉണ്ടായിരുന്നു. സ്ഫോടന ശബ്ദം കേട്ട് വിദ്യാർത്ഥികൾ പരിഭ്രാന്തിയിലായി. ബസിന്റെ ടയറിന് കേടുപാടുകൾ സംഭവിച്ചു. വെടിമരുന്നിന്റെ മണം ടയർ പൊട്ടിയതിന് പിന്നാലെ ഉണ്ടായിരുന്നതായി ഡ്രൈവർ പറഞ്ഞു. വണ്ടിയുടെ നിർത്തിയിട്ടുള്ളൂ. നിർത്തിയ സമയത്ത് തന്നെ വണ്ടീൻ്റെ റൈറ്റ് സൈഡ് ഫ്രണ്ടിലെ ടയറിൻ്റെ അടുത്ത് ഭയങ്കരമായൊരു പൊട്ടൽ. അപ്പോൾ പൊട്ടി ഭയങ്കര ശബ്ദത്തോടെ പൊട്ടി. അപ്പോൾ ഞാൻ പെട്ടെന്ന് പേടിച്ചു. ഈ കുട്ടികളും അതേപോലെ തന്നെ നല്ലോണം പേടിച്ച്. പിന്നെ അതിനൊരു പുക പോലെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ വണ്ടി ഓഫ് ചെയ്ത് ഇറങ്ങി നോക്കുമ്പോൾ ടയറിന് ചെറിയൊരു പരിക്കുണ്ട്. ശബ്ദം കേട്ട് നാട്ടുകാരും സ്ഥലത്തെത്തി. അപകട സ്ഥലത്ത് നിന്ന് ചിന്നിച്ചിതറിയ ന്യൂസ് പേപ്പറിന്റെ അവശിഷ്ടങ്ങൾ പോലീസ് പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. സ്ഥലത്ത് ഡോഗ് സ്ക്വാഡ്, ബോംബ് സ്ക്വാഡ് അധികൃതർ പരിശോധന നടത്തി. റോഡിൽ ഇത്തരത്തിൽ എവിടെ നിന്നാണ് സ്ഫോടക വസ്തു എത്തിയതെന്നും പോലീസ് പരിശോധിക്കുന്നു. കൈരളി ന്യൂസ്, കോഴിക്കോട്.